ഇനി നമുക്ക് സുരേഷ് ഗോപിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഒന്ന് പോകാം. സസ്നേഹത്തിലെ കലാകാരന്മാർ ഒന്നിക്കുന്ന നർമ്മഭാവന. എന്റെ ഒരു കാര്യം. അയ്യോ അയ്യോ ഇങ്ങനെ ചിരിപ്പിക്കരുത് കേട്ടോ. ഈ സാറിന്റെ ഒരു കാര്യം. ഞാൻ അടുത്ത കോമഡി പറയട്ടെ. അയ്യോ നോ 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 പ്ലീസ് വേണ്ട സർ. ചിരിച്ച് ചിരിച്ച് ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വയറ് വേദനിക്കണോ. പോ അവിടുന്ന് കള്ളൻ. ഈ കോമഡി എന്ന് പറയുന്നത് നിങ്ങളെ പോലെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികളുടെ അടുത്ത് പറയാനുള്ളതാണ്. അയ്യോ ഇങ്ങനെ സാറ് ഞങ്ങളെ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കുകയാണെങ്കിൽ ഇനി സാറ് സംവിധാനം ചെയ്യുന്ന ഒരൊറ്റ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വരത്തില്ല. യെസ് 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 സെയിം ബിച്ച് ലോട്ട് ഓഫ് സ്റ്റൊമക് പെയിൻ. ഐ ഓൾസോ സർ. ഞാനും ഇനി വരത്തില്ല. അല്ലെങ്കിൽ നീ ഇപ്പൊ എന്തിനാ വരുന്നേ? അത് പറയാ നീ ആരാ? അതെ നീ എന്നെ എടി നോക്കെ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. വിളിച്ചാ നീ ഇപ്പൊ എന്ത് ചെയ്യോടി? എടി എടി നിന്റെ പഴയ കാലമൊക്കെ എനിക്ക് അറിയാവടി. നിന്റെ എനിക്ക് നന്നായിട്ട് അറിയാവടി. നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. സ്റ്റുപ്പിഡ്. എന്നാ നീ പൊടി കുട്ടി തേവാങ്കേ. നീ പോടി ഇവിടുന്ന്. നീ ആദ്യം പൊടി. നീ രണ്ടാമത് മൂന്നാമത് നാലാമത് ഒക്കെ പോടി. അല്ല സോറി സർ. അല്ല സർ ഇവളുണ്ടല്ലോ. ഓ ഒരു ശീലാവതി വന്നിരിക്കുന്നു. ശീലാവതി അല്ലടി ലജ്ജാവതി. ലജ്ജാവതി. ഇതെന്തോ ഇത് ചന്തയാ? ഹലോ, ഇത് സുരേഷ് ഗോപി പ്രധാന നടനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനാണ്. ഹലോ യമുന, ആ ഇത് ഞാനാ. എന്തോ ആയിക്കോട്ടെ ആയിക്കോട്ടെ. 2 ദിവസത്തെ 3 ദിവസത്തെ ഡേറ്റ് കൊടുത്തോ, പ്രശ്നമില്ല. പക്ഷേ ഡേറ്റ് കൊടുത്തിട്ട് വരുമ്പം എന്നെ ഒന്ന് കാണണം. ഇവനിത് കുറെ നേരമല്ലേ ഫോണും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന. ഇങ്ങോട്ടോ. എന്താ സാർ? നായിക എവിടെ? നായിക ഇവിടെ. ഇവിടെ അല്ല ഇവിടെ ഇപ്പൊ എത്തും സാർ. ചവിട്ടി നിന്നെ ഞാൻ. നായികയെ വിളിക്കാൻ. നിങ്ങളൊക്കെ പൊക്കിയോ, സമയമാകുമ്പോ ഞാൻ വിളിച്ചോളാം. താങ്ക് യു സർ. ഞാൻ താങ്ക് യു പറയല്ലേ, അതിന്റെ ഇടയ്ക്കൊരു നീ എന്തിനാ താങ്ക് യു പറയുന്നേ? ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞാ മതി. ഞാൻ ആദ്യം പറയണോ നീ ആദ്യം പറയണോ എന്ന് സാറ് പറയും. നിങ്ങൾ രണ്ടുപേരും ആദ്യം പറയണ്ട, ഞാൻ ആദ്യം പറയാം. രണ്ടുപേരും ആ സൈഡിൽ എങ്ങാനും പോയി മിണ്ടാതിരുന്നോണം. ശല്യങ്ങൾ. മൈങ്കുണാച്ച ഇങ്ങോട്ട് വാടോ. ഇവിടെ സുരേഷ് ഗോപി വരുമ്പോ എല്ലാം റെഡി ആയിരിക്കണം. വിളി നായികയെ. സാർ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് നായികയുടെ ഡ്രസ്സാ പ്രശ്നം. ഡ്രസ് പറഞ്ഞില്ലേ, സുരേഷ് ഗോപിയുടെ ഭാര്യയായിട്ടാണ് നായിക അഭിനയിക്കുന്നത്. വീട്ടമ്മ. അതാണ് പ്രശ്നം. എന്ത് പ്രശ്നം? എന്താണ് ഡ്രസ്? ഡ്രസ് എന്ന് പറയുന്നത് സാരി. സിനിമയിൽ ത്രൂ ഔട്ട് സാരിയാണ് നായികയ്ക്ക്. അത് പറ്റത്തില്ലെന്നാ പറയുന്നേ. പിന്നെ മിനി സ്കർട്ട്. മിനി സ്കർട്ട് അത് മാത്രമേ നായിക ധരിക്കത്തുള്ളൂ. മിനി സ്കർട്ട് എന്ന് പറഞ്ഞ ഈ മുട്ടിന് മേലെ വരെ നിൽക്കുന്ന പാവാട. അയ്യോ, വീട്ടമ്മയായിട്ട് അഭിനയിക്കുന്നവൾക്ക് മിനി സ്കർട്ട്. എന്റെ പൊന്ന് സാറേ, നായിക LKG പഠിച്ചപ്പോ ഉപയോഗിച്ചോണ്ടിരുന്നതാ അത്. അത് അപ്പോഴല്ലേ? ഇപ്പോഴും അതേ ഉപയോഗിക്കത്തുള്ളതാ നിർബന്ധം. അതെന്താ? അതങ്ങനെ. എടോ, തിരുവല്ലക്കാരി മലയാളി പെൺകുട്ടിയെ കുറിച്ച് തന്നെയാണോ താൻ ഈ പറയുന്നത്? ആന്ന് സാറേ, നമ്മുടെ പടത്തിലെ നായിക. ഈ നായിക ആദ്യമായിട്ട് അഭിനയിച്ച മലയാള സിനിമയിൽ സാരി ഉടുത്തോണ്ടല്ലേ? അത് തുടക്കത്തിൽ മിനിസ്കർട്ട് ഇട്ടോണ്ട് അഭിനയിക്കാനുള്ള ചമ്മലും ഉണ്ടല്ലേ. ഇപ്പൊ മാറിയോ? അത് മാറിയെന്ന് മാത്രമല്ല, ഇപ്പൊ തമിഴിലല്ലേ കലക്കുന്നത്. എന്ന് വെച്ച് അവിടെ ഇപ്പൊ എല്ലാം അങ്ങനെ മിനി സ്കർട്ട് ഒക്കുമെങ്കിൽ അത് ഒഴിവാക്കും. അവിടെ സാരി ഇല്ലേ? സാരി ഉണ്ട്. പിന്നെന്താ? ഒരു സാരി കീറി 100 നടിമാരാ ഉപയോഗിക്കുന്നത്. അങ്ങോട്ട് മാറ്. എക്സ്ക്യൂസ് മീ സർ, എനിക്കും അത് തന്നെ മതി. നീ പോടി അവിടുന്ന്. മിനി സ്കർട്ട് എനിക്കാ ചേരുന്നേ. അയ്യടാ, പിത്തക്കാളി പോലെ ഇരിക്കുന്ന നിനക്കല്ലേ ഇനി മിനി സ്കർട്ട്. അയ്യാ, ഒരു ഐശ്വര്യ റായ് വന്നിരിക്കുന്നു. നീ നിന്നെ പിന്നെ മിനി സ്കർട്ട് ഇട്ടാ കണ്ടേച്ചാലും മതി. എന്താടി എനിക്കൊരു കുഴപ്പം? നിനക്ക് കുഴപ്പമേ ഉള്ളൂ. ആഴ്ചയിൽ ഒരിക്കൽ എങ്ങനെ കണ്ടോടി നോക്കണം. അയ്യോ, നീ കുറെ നോക്കുന്ന പോലെ. നിന്നെ ഒന്ന് നോക്കിയാ പിന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുവോടി? സാറ് പറയട്ടെ, എനിക്ക് എന്താ ഒരു കുഴപ്പം? അതെ സാറ് പറ സർ. ഞാൻ തന്നെ പറയാം. രണ്ടും കൂടെ എന്നെ പ്രാന്തടിപ്പിക്കും. എവരെ വിളിച്ചോണ്ട് പോടോ. എവിടെ നിന്ന് കിട്ടിയോ ഇതിനേക്ക്? അത് ശരി, നിങ്ങൾ ഇവിടെ വഴക്കുണ്ടാക്കി കളിച്ചോണ്ടിരിക്കണ? ഇതുവരെ ഷൂട്ടിംഗ് തുടങ്ങിയില്ലേ? തുടങ്ങിയെങ്കിൽ കണ്ടുകൂടി. ചേടോ സംവിധായക, ഇപ്പൊ തന്നെ എന്റെ 2 കോടി പൊടിച്ചു. അത് പേടിക്കണ്ട, ഞാനത് 5 കോടിയാക്കി തരാം. എന്റെ സാറേ, നായകൻ വന്നില്ല. ഇന്ന് അയാളെ വേണ്ട, അരുത്. സുരേഷ് ഗോപി സാറിനെ വിളിക്ക. വേണ്ടെന്നാ? എന്താ കാശാ പോകുന്നത്? കുറച്ച് ക്ഷമിച്ചാ കുറച്ച് കാശേ പോകും, അല്ലെങ്കിൽ മൊത്തം പോവും. എന്താടോ? സുരേഷ് ഗോപിയെ വിളിച്ച് വഴക്ക് പറയരുത്. പറഞ്ഞ അങ്ങേരെ അതുവഴി ഓട്ടോ പിടിച്ച് വീട്ടിൽ പോകും. എന്റെ സുഹൃത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അല്ല പിന്നെ. ഹലോ, അല്ല അല്ല, ഇത് പ്രൊഡ്യൂസറുടെ ഫോൺ അല്ല. നമ്പർ നോക്കി വിളിക്കണോ? ഞാൻ ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല. കാശ് കൊടുക്കാനുള്ളവർ എന്നെ ഇവിടെ വന്ന് പൊക്കും. എടോ, ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വന്നാ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലെന്ന് പറയണം. പെട്ടെന്ന് ഷൂട്ടിംഗ് തുടങ്ങണോ? ഞാൻ പോയിട്ട് പിന്നെ വരാം. ആരാടത്? ജഡം.
ജഡോ ആ ശവം. ചോദിച്ചാ? അടുത്തത് നായകന്റെ അച്ഛൻ മരിച്ചു കിടക്കുന്ന സീനല്ലേ? അതെ. ആ ശവം ഈ ശവം. ആഹാ, അത് പിന്നെ നേരത്തെ പറയണ്ടേ. ഇയാളോട് അങ്ങോട്ട് പോയി മൂക്കി പഞ്ഞിയും വെച്ചൊരു വെള്ള തുണിയും വിരിച്ച് കിടക്കാൻ പറയടോ. വാടോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് സർ. എന്താ താമസിച്ചത്? തമിഴ് പടത്തിന്റെ ലൊക്കേഷനിൽ നിന്നാണ് വരുന്നത് സർ. ആ അതെവിടെന്നാവാ? അതെ, സുരേഷ് ഗോപിയുടെ നായിക വീട്ടമ്മ, അതായത് തമ്പുരാട്ടിയായിട്ടാണ് അഭിനയിക്കുന്നത്. വെരി നൈസ്. നായകന്റെ അപ്പൻ ചത്ത് കിടക്കുന്നു. കളർഫുൾ. എന്തോടെ ഈ കാണിക്കുന്നേ? മര്യാദയ്ക്ക് മൂക്കിൽ പഞ്ഞിയും വെച്ച് ശ്വാസം പിടിച്ച് കിടന്നോ. സുരേഷ് ഗോപി ഇപ്പൊ ഇങ്ങ് എത്തും. ആ പറയൂ സർ. ആ അപ്പോ നായകന്റെ അപ്പൻ ചത്ത് കിടക്കുന്നു. വെരി ഷോർട്ട്. നായിക അരികിൽ നിന്ന് കരയുന്നു. ഞാൻ അമേരിക്കയിൽ നിന്ന് വാങ്ങിയത് ഉപയോഗിക്കാം. എന്തോന്ന്? മിനിസ്കേർട്ട്. മിനിസ്കേർട്ടോ? അതിന്റെ കാര്യമല്ല ഞാൻ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്. വീട്ടമ്മയാണ് തമ്പുരാട്ടി. നായകന്റെ അപ്പൻ ചത്ത് കിടക്കുകയാണ്. അതിന്റെ അടുത്തിരുന്ന് കരയുന്നത് മിനിസ്കേർട്ട് ഇട്ടോണ്ടാണോ? അപ്പൊ വേണ്ടേ? വേണ്ട. എന്നെ ബർമൂഡയാവാം. അതെന്തോന്ന്? ഹാഫ് പാൻസ്. നിക്കറല്ലേ? എന്റെ പൊന്നെ, എന്റെ കഞ്ഞി പാറ്റയിടരുത്. ഒരു സാരി എടുത്തു കൊടുത്തോണ്ട് വാ. ഞാൻ ബർമൂഡയായിട്ട് സാറ് കണ്ടിട്ടില്ലല്ലോ. കാണാനുള്ള കരുത്ത് എനിക്കില്ല. ഓക്കെ ഓക്കെ, സാരി എങ്കിൽ സാരി. വൃത്തിയോടായിട്ട് നിക്കണമെന്നായിരിക്കും സാറിന്റെ ഇഷ്ടം. ഓ, രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും തുണി ഉടുപ്പിച്ചു. ആ എവിടെ ആ രണ്ടെണ്ണം? വാ 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 വാ. സർ, എന്നെയാണോ വിളിച്ചത്? നിന്നെയല്ല സാർ എന്നെയാ വിളിച്ചത്. ദേ, നിങ്ങളെ രണ്ടുപേരെ ചേർത്താ വിളിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്. രണ്ടും ഒന്ന് മിണ്ടാതിരിക്കാവോ? പിന്നെ സീൻ ഇതാണ്. ഈ മരിച്ചു കിടക്കുന്ന ജഡത്തിന്റെ അരികിൽ നിങ്ങൾ തോക്കും വെച്ചിരുന്ന് കരയുന്നു. മനസ്സിലായോ? ഞാൻ റെഡിയാണ് സർ. പിന്നെ ഞാൻ എന്താ റെഡിയല്ലേ? ഞാനും റെഡിയാ സർ. സാർ എന്തായി പറയുന്നേ? ജഡത്തിനരികിൽ തോക്കുമായിരുന്നു കരയാനോ? എന്റെ പൊന്ന് നായികയെ, ഇത് സുരേഷ് ഗോപിയുടെ പടവ. അദ്ദേഹം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും എല്ലാ സീനിലും എല്ലാവരും തോക്കുമായിട്ടാണ് നിൽക്കേണ്ടത്. അദ്ദേഹത്തിന് തോക്കില്ലാതെ ഒരു കളിയില്ല. വെറുതെ നോക്കി നിൽക്കാതെ ചാടി ചാടി നിൽക്കണോ. ചാടി ചാടി നിൽക്കാൻ പറഞ്ഞ സ്വന്തമായിട്ട് നിന്ന് ചാടാനല്ല, ഒന്ന് ഊർജ്ജസ്വലനായിട്ട് നിൽക്കണോ. പോയിട്ട് കാര്യങ്ങളൊക്കെ നടത്തും. ഒന്നാമത് ഷൂട്ടിംഗ് ലേറ്റായി നിൽക്കുന്നത്. എല്ലാം കൂടെ എവിടെ പോയി ഞാൻ നിൽക്കുമെന്ന് എനിക്ക് യാതൊരു പിടുത്തവും ഇല്ലാതെ നിൽക്കുകയാണ്. ആ സുരേഷ് ഗോപി വരാൻ സമയമായല്ലോ, ഇതുവരെ കാണുന്നുമില്ല. സുരേഷ് ഗോപി വന്നേ. സുരേഷ് ഗോപി വന്നു, സുരേഷ് ഗോപി വന്നു. എല്ലാം പെട്ടെന്ന് റെഡിയാക്കട്ടെ. അവിടെയുള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് മാറ്റണോ. അയാൾക്ക് വരാനുള്ള വഴി ഉണ്ടാക്കിയിട്ട്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമസ്കാരം. എന്തായി സാർ, എല്ലാം റെഡിയാണോ? റെഡി ആണോ എന്ന് ചോദിച്ചാൽ സുരേഷ് വന്ന് ഇറങ്ങി ഉടൻ എല്ലാ ഷൂട്ടിംഗ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ഓക്കെയാണ്. ഓക്കെ. അപ്പൊ എന്താ നമ്മുടെ സിനിമ? തോക്കില്ല. തോക്കില്ല. തോക്കില്ലെങ്കിൽ ഞാനില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ തോക്കില്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ലെന്ന്. എന്റെ സുരേഷ്, തോക്ക് ഇവിടെ 2 ലോഡ് ഇറക്കിയിട്ടിരിക്കുക. പിന്നെ തോക്കില്ലെന്ന് പറഞ്ഞതോ? അയ്യോ, തോക്കില്ല എന്നല്ല പറഞ്ഞത്, തോൽക്കില്ല നമ്മുടെ സിനിമയുടെ പേര്. എങ്കിൽ പിന്നെ ജയിക്കില്ല എന്ന് ഇട്ടാ പോരായിരുന്നു. ഇയാളോട് പറഞ്ഞ് ഞാൻ തോക്കത്തേ ഉള്ളൂ. അല്ല, ജയിക്കത്തില്ല എന്ന് പറയുന്നത് നല്ല ടൈറ്റിലാന്ന് പറയുമായിരുന്നു. ആട്ടെ, ഇപ്പൊ നമ്മൾ എന്താ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്? സുരേഷ്, നമ്മൾ എടുക്കാൻ പോകുന്ന സീൻ എന്താണെന്ന് ചോദിച്ചാൽ, സുരേഷിന്റെ അച്ഛൻ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്. ഈ മരിച്ചു കിടക്കുന്ന ശവത്തിനെ നോക്കി സുരേഷ് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് തിരിഞ്ഞ് തന്റെ അച്ഛന്റെ മരണത്തിന് കാരണമായ ആളെ നോക്കിയിട്ട് പറയുകയാണ്, ഇവനാണ് എന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്നു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? മരിച്ചു കിടക്കുന്ന എന്റെ അച്ഛന്റെ നെഞ്ചത്ത് ഒരു AK-47 തോക്ക് വെച്ച് കൊടുക്കണം. തീർച്ചയായും. അത് പോരാഞ്ഞിട്ട് ഇവിടെ മരിച്ചു വീട്ടിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഓരോ തോക്ക് കൊടുക്കണം. എല്ലാവർക്കും വേണം. പിന്നെ കുഴിവെട്ടിക്കും കുഴി മാന്തണവനും കുഴി തോണ്ടണവനും എല്ലാവർക്കും തോക്ക് വേണം. ഇത് എന്ത് പറഞ്ഞാൽ ഈ തോക്കി കയറി പിടിക്കുന്നത് എന്തിനു സുരേഷ്? പട്ടിണി കിടക്കാൻ പറ്റാത്തതുകൊണ്ട്. എന്ത്? പട്ടിണി കിടക്കാൻ പറ്റാത്തതുകൊണ്ട്. എന്തിനാ പട്ടിണി കിടക്കുന്നത്? കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചതാ ഈ തെറി പറയാത്തതിന്റെയും തോക്കെടുക്കാത്തതിന്റെയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും. അതുകൊണ്ട് ഇനി ഞാൻ തോക്കെടുത്തില്ലെങ്കിൽ എന്റെ പടം 8 നില പൊട്ടും. അതറിയാന്നുണ്ടല്ലേ ഇവിടെ നമ്മൾ 2 ലോഡ് തോക്കിറക്കിയത്. വേറെ 2 ലോഡ് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ സീനിലേക്ക് പോവാം. ഓക്കെ. ആദ്യത്തെ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, ഈ ക്രൂരനായ മനുഷ്യനെ നോക്കി നിങ്ങൾ പറയുകയാണ്, ഈ ഡാഷ് മോനാണ് എന്റെ അപ്പച്ചനെ കൊന്നത്. ഓക്കെ സാർ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇപ്പൊ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഒരു വെറൈറ്റി വേണ്ടേ സാർ? ഈ ഡയലോഗിലായാലും ഒരു വെറൈറ്റി വേണം, എങ്കിലേ പടം വിജയിക്കൂ. ഞാൻ കാണിച്ചു തരാം. ഈ ഡയലോഗ് ഇങ്ങോട്ട് കാണിച്ചേ. ഈ ഡയലോഗ് ഇങ്ങനെ പറയണം. ഞാൻ പറഞ്ഞുതരാം. തള്ളെ കലിപ്പ് തീരണില്ലല്ലോ, ഈ നിൽക്കുന്ന അലമ്പ് പൈലാണ് എന്റെ അപ്പച്ചനെ കൊന്നതട്ടാ. ഇടങ്ങേറായല്ല. മോട കണ്ട എട പെടുവണ്ണ.
അത് ഒരു കാര്യം ചെയ്യും, സുരേഷിന്റെ മനസ്സ് ശരിയല്ല. സുരേഷ് പോയിട്ട് നമുക്ക് വേറെ ദിവസം ഷൂട്ട് ചെയ്യാം. ഒരു വര കൂടെ വരണ്ട് വരും. ഈ പോക്ക് പോയാൽ വരേണ്ടി വരൂല. എഴുതി വാങ്ങിടാ അവന്റെ സാവര ജംഗമോ എല്ലാം. എന്റെ അമ്മ, കുഴപ്പമായി. മച്ചു കലിപ്പ് തീരണില്ലല്ലേ? നമുക്കതെങ്ങനെയെങ്കിലും തീർക്കാം. തീർക്കാൻ വരട്ടെ. ആ. അതിനു മുൻപ് എന്താ നായികയുടെ പേരെന്നറിയണം. പത്മിനി. പറ്റില്ല. പറ്റില്ല എന്നല്ല, പത്മിനി. അത് പറ്റില്ല. എന്നാ രാഗിണിന്നിടാം. പറ്റില്ല. എന്നാ പിന്നെ ഗർഭിണിന്നിടാം. ഛേ, ഞാൻ പറയാം. നായികയുടെ പേര് ചെല്ലക്കിളി നിട്ടാ മതി. എന്റെ സുരേഷ്, ഈ നായിക എന്ന് പറയുന്നത് ഒരു തമ്പുരാട്ടിക്കുട്ടിയാണ്. എങ്കി ചെല്ലക്കിളി തമ്പുരാട്ടി നിട്ടോളൂ. എങ്ങനെ? ചെല്ലക്കിളി തമ്പുരാട്ടി. ആ. എങ്കിലേ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ. എങ്ങനെ? തള്ള ഈ ചെല്ലക്കിളി ഏത്? ഓ, ഇത് കൈവിട്ടു പോയി. എന്റെ പൊന്നു സുരേഷ്, സുരേഷിന്റെ സിനിമ ആയതുകൊണ്ട് നമ്മൾ ചില വാക്കുകൾ പ്രത്യേകമായി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പുല്ല്, റാസ്കൽ, ഇഡിയറ്റ്, ഷിറ്റ്, നായിന്റെ മോനെ, കടയാടി മോനെ തുടങ്ങിയ വാക്കുകളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. നിർത്ത്. ആ. എത്ര പുല്ലുണ്ട്? എത്ര പുല്ലെന്ന് പറഞ്ഞ ഒരു 5 പുല്ല് വരും. പോരാ, ഒരു 30 പുല്ലും 15 ഷിറ്റും 40 കടയാടിയും പിന്നെ ഇങ്ങനെ കൈവച്ചുള്ള കുത്തുണ്ടല്ലോ, ആ. അതൊരു 45 എണ്ണമെങ്കിലും വേണം. ചുരുക്കി പറഞ്ഞ ക്ലൈമാക്സ് മാത്രം ഷൂട്ട് ചെയ്താൽ മതി, ബാക്കി മൊത്തം പുല്ലും ഷിട്ടും. കൊള്ളാം. ഇങ്ങനെ പോയ പട 8 നിലയിൽ വിജയിക്കും. ഹോ, ഞാൻ പേടിച്ചു പോയി. അയ്യോ, മമ്മൂക്ക. അതിന് നിർത്താനായിട്ട് ഞാനൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. തന്നോടല്ലോ കണാപ്പ. പിന്നെ എന്താ മമ്മൂക്ക പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? നാണമില്ലടോ മിംകിർക്കരെ പോലെ ഇങ്ങനെ അനുകരിച്ച് കിടക്കാൻ. മിസ്റ്റർ സുരേഷ്, താനിപ്പോൾ കാണിച്ച ഡാൻസും ഇപ്പോൾ പറഞ്ഞ ഡയലോഗും എൻ്റെ ചോര നീരും വിയർപ്പാ. അതിൽ കയറി കണ്ടവർ കൈയിട്ട് വരുന്നത് എനിക്ക് സഹിക്കില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു മിംകിർക്കാരനെ പരിചയമെങ്കിലും വേണം. അല്ലാതെ കണ്ട മോഹൻ തോമസിന്റെ ഉച്ചിഷ്ട അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാംഗം വെട്ടി വിഴുങ്ങിയ ഇതൊന്നും വഴങ്ങില്ല. അവസാനമായി ഞാൻ ഒന്നും കൂടി പറയുന്നു, ഇനി മേലിൽ എന്നെ ആരും അനുകരിച്ചേക്കരുത്. ഇറ്റ്സ് മൈ ലാസ്റ്റ് വാർണിംഗ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഷിറ്റ് ഷിറ്റ് ഷിറ്റ്.